ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. റെസിൽമേനിയ 41, അപ്പോൾ റെസിൽമേനിയ 41ൻ്റെ ഡേ 1 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡേ 1 ആ ഷോയെക്കുറിച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ വളരെ ഒരു ഒരു ശോകമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. കാരണം ഒട്ടും ഹൈപ്പില്ലാത്തൊരു മാച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചത്. അതായത് ജെ ഉസോയും പിന്നെ കുന്തറും തമ്മിലുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച്. അപ്പോൾ ഒട്ടും ഹൈപ്പില്ലാതെ തുടങ്ങി, വളരെ ബോറിംഗ് ആയിട്ടാണ് എനിക്കും തോന്നിയത്. വളരെ ബോറായിട്ട് തുടങ്ങി. അതൊരു മാച്ച് ഒരു ആവറേജിനും താഴെ ഒരു ബിലോ ആവറേജ് മാച്ചായിരുന്നു അത്. പിന്നെ പതിയെ ഇങ്ങനെ വന്നു വലിയൊരു രസം പ്രീവിയസ് റെസിൽമേനിയകളെപ്പോലൊന്നും ഒരു ഓളമൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് ക്ലൈമാക്സ് ഷോ തീരാറായപ്പോൾ ഒറ്റ മാച്ച് കൊണ്ട് മൊത്തം ഹൈപ്പ് കൂട്ടി വിട്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം ഡേ 2 ഇനി ഭയങ്കര ഹൈപ്പായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡേ 1ൻ്റെ അവസാനത്തെ ആ ഒരു മാച്ചാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ട്രിപ്പിൾ ത്രെറ്റ് മാച്ച്, CM പങ്കും റോമൻ റെയിൻസും അതോടൊപ്പം സെത്ത് റോളൻസും തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മാച്ചാണ് ഇന്നത്തെ ആ ഒരു ഷോയുടെ ആ ഒരു ഹൈലൈറ്റ്. അല്ലെങ്കിൽ ആ ഒരു മാച്ചാണ് ഷോ മൊത്തം കൊണ്ടുപോയെന്ന് പറയാം. ഇങ്ങനെ താന്നുപോയ റെസിൽമേനിയെ ഡേ 1നെ തൂക്കി നിർത്തിയത് അവർ ഒറ്റ മാച്ചാണ്. പ്രത്യേകിച്ച് പോൾ ഹെയ്മൻ രണ്ടുപേരെയും, പോൾ ഹെയ്മൻ്റെ ക്യാരക്ടർ രണ്ടുപേരെയും ചതിച്ചു. അതായത് റോമൻ റെയിൻസിനെയും CM പങ്കിനെയും ചതിച്ചുകൊണ്ട് സെത്ത് റോളൻസിനെ കൂടെ ചേർന്നതും സെത്ത് റോളൻസ് വിൻ ചെയ്തതുമെല്ലാം കൂടെ ആയപ്പോഴേക്കും അത് വളരെ ഷോക്കിംഗ് ആയിട്ടും തോന്നി. അത് നല്ലൊരു ഇതായിട്ടും തോന്നി. കാരണം ഉറപ്പായിരുന്നു ട്രിപ്പിൾ എച്ച് ഇങ്ങനെ നോർമലായിട്ടൊരു ഷോ കൊണ്ടുപോവില്ല, എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വെക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അത് ക്ലൈമാക്സിൽ വെക്കുകയും ചെയ്തു. സെത്ത് റോളൻസിനെ വിജയിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പോൾ ഹെയ്മനെ സെത്ത് റോളൻസിനെ കൂടെ നിർത്തിക്കൊണ്ട് സെത്ത് റോളൻസിനെ വിജയിപ്പിച്ചപ്പോൾ ആ ഒരു ഷോ വലിയ ഹൈലൈറ്റായി മാറി. ഏതായാലും ഡേ 2 ഇനി ഹൈപ്പ് കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ജോൺസിന കോഡി റോഡ്സ് മാച്ചാണ് എല്ലാവരും ഡേ 2 ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ മാച്ചിലേക്ക് ഇനി സെത്ത് റോളൻസിന് ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ, പോൾ ഹെയ്മൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും CM പങ്കിൻ്റെ റോമൻ റെയിൻസിന് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും. ഏതായാലും കഴിഞ്ഞ വർഷം റെസിൽമേനിയ 40 ആ ഒരു മെയിൻ ഇവൻറ്റ് പോലെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒട്ടേറെ പേർ അന്ന് വന്നിരുന്നു റോമനെയും കോഡിയും ഹെൽപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടെയും സീനയും അതോടൊപ്പം കോഡിയെ ഹെൽപ്പ് ചെയ്യാൻ ഒട്ടേറെ റെസ്ലേഴ്സ് വരുമെന്നാണ് റൂമേഴ്സൊക്കെ വരുന്നത്. റോക്കും സ്റ്റോൺ കോൾഡൊക്കെ വരുമെന്ന് പറയുന്നത്. ഏതായാലും അറിയില്ല. ഏതായാലും ഡേ 2 അവസാനം ഈ ഡേ 1 ആ ഒരു മാച്ച് നല്ല ഹൈപ്പ് കയറ്റി വിട്ടിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ അവർ ഒറ്റ മാച്ചാണ് ഇന്നത്തെ റെസിൽമേനിയയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവർ ഒറ്റ ട്രിപ്പിൾ ത്രെറ്റ് മാച്ചിലാണ് ഇന്നത്തെ റെസിൽമേനിയ പിടിച്ചതെന്ന് പറയാം. ഏതായാലും വളരെ ആവറേജിനും താഴെ പോയ ഒരു റെസിൽമേനിയെ തൂക്കി നിർത്തിയത്, അല്ലെങ്കിൽ നല്ലൊരു ഷോ ആക്കി മാറ്റിയത് അവർ ഒറ്റ മാച്ചാണ്. ആ ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് നല്ല രസമായിരുന്നു അത് കണ്ടിരിക്കാനായിട്ട്. പ്രത്യേകിച്ച് പോൾ ഹെയ്മൻ്റെ ആ ഒരു ക്യാരക്ടറാണ് മൊത്തം ട്വിസ്റ്റ് വെച്ചതെന്ന് പറയാം. ഏതായാലും ഇത് ഒട്ടേറെ റൂമേഴ്സ് ഇങ്ങനെ വരുന്നു. അതായത് ഇങ്ങനെയൊക്കെ ഈ ഒരു സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്ത് റോക്കിനും റോമൻ റെയിൻസിനും റെസിൽമേനിയ 42 മാച്ച് വെക്കാനാണെന്നൊക്കെ പറയുന്നു. സെത്ത് റോളൻസ് റോക്കിൻ്റെ കൂടെയൊക്കെ ചേരാനാണ് ചാൻസ് എന്നൊക്കെ ഒത്തിരി റൂമേഴ്സ് ഇങ്ങനെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അവിടെ കൂടെയൊക്കെ. ഏതായാലും ഡേ 2 വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ജോൺസിന കോഡി റോഡ്സ് മാച്ച്, പ്രത്യേകിച്ച് ജോൺസിന ജയിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണെന്ന് പറയാം. കാരണം ജോൺസിനയുടെ 17 ടൈം ചാമ്പ്യൻ അത് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ മാച്ചിൽ ഇനി ട്രിപ്പിൾ എച്ച് എന്തൊക്കെ സർപ്രൈസുകൾ കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ആരൊക്കെ വരുമെന്നും ആരൊക്കെ എൻട്രി ആവുമെന്നും എങ്ങനെയൊക്കെയാണ് വിജയിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണെന്ന് പറയാം. ജോൺസിന 17 ടൈം ചാമ്പ്യൻ ആകുമെന്നാണ് സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി വേറെ എന്തെങ്കിലും ട്രിപ്പിൾ എച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും റോക്കിൻ്റെയൊക്കെ ഒരു എൻട്രിയും ഒക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം സെത്ത് റോളൻസും കൂടെ വന്നെങ്കിൽ, പിന്നെ റാൻഡി ഓട്ടനൊക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലാവെന്ന് പറയാം. അറിയില്ല, റാൻഡി ഓട്ടനെ മാച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വരുമോയെന്നും അറിയില്ല. ഏതായാലും നല്ലൊരു റെസിൽമേനിയ, അല്ലെങ്കിൽ ഒറ്റ മാച്ച് കൊണ്ട് നല്ലൊരു റെസിൽമേനിയാണ് ഡേ 1 നടന്നതെന്ന് പറയും. ഇനി ഡേ 2 വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.